വാന്നേ. സാറേ, ആരാ വന്നേക്കുന്ന നോക്കിക്കേ. ഭൂമി, നീ വന്നു അല്ലേ? അയ്യോ സാറേ വേണ്ട, ഇരിക്കേ. നീ വരില്ലെന്നാ ഞാൻ വിചാരിച്ചേ. സാർ എന്നെ വിളിച്ചാ ഞാൻ വരാതിരിക്കുവോ? നിന്റെ അടുത്ത പോസ്റ്റിംഗ് ഓസ്ട്രേലിയയിലാണ്. നീ വന്നിട്ട് പോകുമെന്ന് ചക്രപാണി എന്നോട് പറഞ്ഞായിരുന്നു. അതാ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചേ. നിനക്ക് ഞാൻ ബുദ്ധിമുട്ടായോ മോനെ? എന്താ സാറേ ഇങ്ങനെ? അങ്ങനെയൊന്നുമില്ല, സാറ് പറഞ്ഞോളൂ. നീ വന്ന ഉടനെ മീരെ പറ്റി അന്വേഷിക്കാന്നാ ഞാൻ വിചാരിച്ചേ. ഒന്നും നീ ചോദിച്ചില്ലല്ലോ. ഓ സോറി, ഞാൻ മറന്നുപോയതാ. എങ്ങനെയുണ്ട് മീര? ഇപ്പോ ലണ്ടനിലാണോ അതോ ഇവിടെ വന്നിട്ടുണ്ടോ? മീര ഇപ്പോ ഇവിടെ ഉള്ളത്. ഇവിടെ ഉണ്ടെന്നോ? എന്നിട്ടെന്താ പുറത്തേക്ക് വരാതെ ഒറ്റയ്ക്കിരിക്കുന്നേ? മീരെ, 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 ലണ്ടനിൽ നിന്ന് എപ്പോഴാണ് എത്തിയേ? ഹസ്ബൻഡ് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടോ? എവിടെയാ? എല്ലാരും ഇവിടെ തന്നെയാണോ? മീരയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മീര കല്യാണം കഴിച്ചിട്ടില്ലെന്നോ? അതെന്താ? മീര, ഞാൻ എൻ്റെ ഭാര്യയോട് ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു, മീരയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് തീർച്ചയായിട്ടും പുണ്യം ചെയ്ത ആള് തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ പുണ്യം ചെയ്ത ഒരുത്തനെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവള് കണ്ടുപിടിച്ചു. പക്ഷേ എനിക്കവരെ ഒന്നിപ്പിക്കാൻ സാധിച്ചില്ല. എന്താ മീര ഇത്? ഇങ്ങനെ ഒരു അവസ്ഥയിൽ മീരയെ കാണാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അല്ല, മോൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എവിടെ അവൻ? കാണുന്നില്ല. ഓ സോറി. സിദ്ധാർത്ഥ്, സിദ്ധു, സിദ്ധു, അതാരാന്നറിയാവോ? അതാണ് മീര ആന്റി. പാവം മീര, അന്ന് എല്ലാരോടും കള്ളം പറഞ്ഞ് നിന്റെ ഡാഡി അയക്കുമ്പോൾ ഇങ്ങനെയൊരു വിധി ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്ലീസ്, സത്യം വെച്ചാ ഇയാള് പറയുന്നത്. വെറുതെ വിട്ടേക്ക് പ്ലീസ്. ശരി, പൊയ്ക്കോ. അച്ഛാ, നിനക്ക് പോകാം. അച്ഛാവൻ കള്ളം പറഞ്ഞിട്ട് പോ, വിശ്വസിക്കരുത്. ആരാ കള്ളം പറയുന്നത് ഇപ്പൊ കണ്ടുപിടിക്കാം. ഭാസ്കര സാറേ, അവന്റെ പുറകെ പോണം. ട്രെയിനിൽ അവൻ പറഞ്ഞതുപോലെ ആ പെണ്ണുണ്ടെങ്കിൽ അവനെ വിട്ടേരെ. ഒരു പക്ഷെ ഇല്ലെങ്കിൽ അവനെ കൊന്നേക്കണം. ശരി. ഇതെങ്ങനെ വീട്ടിലെറിഞ്ഞു? എല്ലാരും എന്നോട് ചോദിച്ചപ്പോ ഞാൻ ഒന്നും ഇല്ലെന്നാ പറഞ്ഞത്. അത് നല്ലതായി പോയി. നീ വാ, എനിക്ക് നീ ഒരു സഹായം കൂടി ചെയ്യണം. ഉടനെ സ്റ്റേഷനിൽ പോയി നീ ഭൂമിയെ കാണണം. ഞാനോ? അതെ, അച്ഛൻ സ്റ്റേഷനിലേക്ക് ആളെ വിട്ടിരിക്കുക. ഭൂമി സ്നേഹിക്കുന്ന പെണ്ണ് അവിടെ ഇല്ലെങ്കിൽ ഭൂമിയെ കൊല്ലാൻ പറഞ്ഞിരിക്കുക. അയ്യോ ഈശ്വര, അതുകൊണ്ടാ നിന്നോട് പോവാൻ പറഞ്ഞ. ഭൂമിക്ക് ഇപ്പോഴെങ്കിലും എല്ലാ സത്യം അറിയണം. ഫോണിൽ സംസാരിച്ചത് ഞാനത് പറഞ്ഞേക്ക്. പക്ഷെ ഇപ്പൊ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് വഴക്കുണ്ടാക്കാൻ പാടില്ലെന്നു. എത്ര വർഷമായാലും ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു. നീ പറയണം. പക്ഷെ ഇതെല്ലാം ഞാൻ പറഞ്ഞ അയാൾ വിശ്വസിക്കൂ? വേറെ വഴിയില്ല മിത്ര. വിളിച്ചു പറയാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഫോണും ഇല്ല. അല്ലെങ്കിൽ നീ ഒന്ന് ചെയ്, അവിടെ എത്തിയിട്ട് എനിക്ക് ഫോൺ ചെയ്. ഞാൻ തന്നെ എല്ലാം പറഞ്ഞോളാം. പോ, ആരും അറിയാതെ വേഗം. അതെ, ഇനി വേറെ ട്രെയിനൊന്നുമില്ല. ഇതാണ് അവസാനത്തെ ട്രെയിൻ.
വാ. വാ. മിത്ര, നീയോ? എന്നോട് പറയാനില്ലേ? ഭൂമി, ഭൂമി, ഞാൻ ശരിയാ സാറേ, അവൻ പറഞ്ഞത് സത്യം തന്നെയാ. അവന്റെ കൂടെ ഒരു പെണ്ണുണ്ട്. ഒരിക്കലും ഒരു കൂട്ടുകാരിയോടും ചെയ്യാൻ പാടില്ലാത്ത ഒരു ദ്രോഹമാണ് ഞാൻ മീരയോട് ചെയ്തത്. ഞാനെന്നല്ല, നിന്റെ ഡാഡിയെ പോലെ ഒരാളെ സ്വന്തമാക്കാനുള്ള ഭാഗ്യം ലഭിച്ചാൽ ആരാണ് വിട്ടുകൊടുക്കുക? അതുകൊണ്ടാണ് ആർക്കും തേടി വരാൻ കഴിയാത്ത ഒരിടത്തേക്ക് നിന്റെ ഡാഡിയും കൂട്ടിക്കൊണ്ട് ഞാൻ പോയത്. ഞാൻ ചെയ്ത ഈ ദ്രോഹത്തിനാണ് ദൈവം എന്നെ എങ്ങനെ ശിക്ഷിച്ചത്. എല്ലാം ഞാൻ നേടിയെടുത്തിട്ടും നിന്റെ ഡാഡിയോടൊപ്പം ജീവിക്കുവാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയില്ലേ? മമ്മി മരിച്ച ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നിന്റെ കയ്യിൽ ഈ ഡയറി കിട്ടുക. ഇത് നീ വായിച്ചതിന് ശേഷം ആരും കാണാതെ കളയണം. ഇല്ലെങ്കിൽ ഈ സത്യമല്ല എന്നെങ്കിലും നിന്റെ ഡാഡി തിരിച്ചറിയും. അതനുവദിക്കരുത്. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, യെസ്. എന്താ മോനി, നീ ഉറങ്ങില്ലേ? ഇല്ല, ഉറക്കം വന്നില്ല. സിദ്ധാർത്ഥ്, നീ കരയായിരുന്നോ? ഇല്ലല്ലോ. കള്ളം പറയരുത്. നിന്റെ അച്ഛൻ കള്ളം പറയില്ലല്ലോ, അപ്പൊ മോനും കള്ളം പറയാൻ പാടില്ല. എന്തിനാ കരഞ്ഞത്? മമ്മിയെ കുറിച്ച് ഞാൻ ഓർത്തുപോയി. കിടന്നു. നീ ഉറങ്ങുന്നവര് ആന്റി അടുത്തുണ്ടാവും. ആന്റി, എന്റെ മമ്മിയോട് ആന്റിക്ക് ദേഷ്യമാണോ? ദേഷ്യോ? എന്തിന്? ദേഷ്യമൊന്നുമില്ല, വിഷമേ ഉള്ളൂ. മരിക്കുന്നതിന് മുമ്പ് എന്നെ ഒരു തവണ പോലും കാണാൻ വന്നില്ലല്ലോ നിന്റെ അമ്മ. ആ ഒരു വിഷമേ ഉള്ളൂ എനിക്ക്. എന്റെ മമ്മിയോട് ആന്റി ക്ഷമിക്കണം. നിന്നെയും നിന്റെ മോനെയും കാണാൻ വേണ്ടിയും നിന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നാൾ ജീവനോടിരുന്നത്. സാർ അങ്ങനൊന്നും പറയരുത്. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ സാർ ഇതിലും ആരോഗ്യവാനായിരിക്കുമെന്ന് എനിക്കറിയാം. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. മീരെ, മീരാൻറ്റിയോട് പോയിട്ട് വരാമെന്ന് എന്ന് പറഞ്ഞേച്ചോ. വീണ്ടും ഈ മീരാൻറ്റിയെ കാണാൻ എപ്പോ വരും? ഞാൻ ആന്റിയെ മമ്മിയെന്ന് വിളിച്ചോട്ടെ? അതിനെന്താ, മോനെ അങ്ങനെ വിളിച്ചോ? അപ്പോൾ ഞങ്ങളുടെ കൂടെ വരുമോ എന്റെ മമ്മിയായിട്ട്?
സിദ്ധാർത്ഥ് എന്താ എന്താ നീ പറഞ്ഞേ? സോറി പറ. നിന്നോടല്ലേ പറഞ്ഞേ സോറി പറയടാ. ഇല്ല. സിദ്ധാർത്ഥ് മോനെ അവിടെ നിൽക്ക്. സോറി മീര, എന്നോട് ക്ഷമിക്കണം. അവൻ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് എന്താ സംഭവിച്ചെന്നറിയില്ല. സോറി, എന്നോട് ക്ഷമിക്കണം മീരെ. ഞാൻ എല്ലാ മനസ്സിൽ കള്ളില്ലെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നിന്റെ മനസ്സിലും അതില്ലെന്ന് എനിക്കറിയാം മോനെ. എന്നാൽ ഞങ്ങളുടെ മനസ്സിൽ ഞാൻ ചോദിക്കേണ്ടതാണ് സിദ്ധാർത്ഥ് ചോദിച്ചത്. എന്റെ മോള് സന്തോഷത്തോടെ ജീവിക്കുന്ന എനിക്ക് കാണണം ഭൂമി. കൊണ്ടുപോയിക്കൂടെ നിനക്ക്? സാർ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? മീരെ, ഞാൻ അങ്ങനൊന്നും മനസ്സ് വിചാരിച്ചിട്ടില്ല. സാർ എന്നോട് പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുന്നതാണ്. എന്നാൽ ഇത് മീരെ, സാർ എന്നോട് പറഞ്ഞത് ഞാൻ എങ്ങനെ ഇപ്പോ എൻ്റെ ഈ ഒരവസ്ഥയിൽ മീരയ്ക്ക് എൻ്റെ കൂടെ പോരാൻ ഇഷ്ടമാണോ? എന്നാ ശരി, ഞാൻ പോയിക്കോട്ടെ. സിദ്ധാർത്ഥ അകത്തേക്ക് വന്നില്ലല്ലോ സാറേ. സാറിന്റെ കൂടെ പുറത്തുണ്ടായിരുന്നല്ലോ. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, എവിടെയാ മോനെ പോയെ? മൂത്രയ്ക്കാൻ പോയതായിരുന്നു. ട്രെയിനകത്തില്ലേ ടോയ്ലറ്റ്? ഇവനെ കൂട്ടിക്കൊണ്ട് പോ. എവിടെയായിരുന്നു?